ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ പരിപാടി തുടങ്ങിയ ഒരു പൊതിച്ചോറ് കിട്ടിയാലോ എന്ന് ആയിരിക്കും നമുക്ക് തന്നെ കഴിക്കാൻ. എന്റെ കൂടെ പപ്പിയുണ്ട്, കേളി കേളീസുണ്ട്. അവരൊക്കെ ചോറ് തിന്നു, അമ്മ ചോറ് തിന്നു. വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അമ്മയുടെ ചോറ് വെച്ചു. ഇലയൊക്കെ വെട്ടിയത് കോമഡി ആയിരുന്നു. എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. എടാ ആ കിണ്ടി എങ്ങനെ തക്കോട്ട് തിരിച്ചു വെക്കുന്ന ലക്ഷണക്കേടാ. ഓ അതെല്ലേ ഗൈസ്, നമുക്ക് എന്തായാലും പൊതിച്ചോറ് കിടക്കാം. ഇത് ഒരിലയില് എന്താ ചെയ്തിരിക്കുന്നേ? ഇത് ഒരു ഇലയില് ഉപ്പും വെളിച്ചെണ്ണയുടെ പുരട്ടിയുള്ളതാണ്. ഇത് ഡോറടിക്കണ്ട, സൗണ്ട് കേട്ടാ. എനിക്കറിയില്ല. ഒരിലയില് ഉപ്പും വെളിച്ചെണ്ണയോടെ പുരട്ടി വാട്ടിയ ഒരു ഇല. ഇതൊന്നും പറ്റാത്ത ഇല, അതെന്റെ ഇല. എനിക്കൊന്നും പരട്ടണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് അത് കുറെ ഉണ്ട്. ഞാൻ കുറെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അലങ്കാരത്തിന് വേണ്ടി. നീ തോരൻ സൈഡിലേക്ക് മെഴുക്കുവരട്ടി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി മെഴുക്കുവരട്ടി ജീവിതത്തിൽ. ഞാൻ വിചാരിച്ച ഇവൻ ഇറക്കി മാവുണ്ട്. വിശക്കട്ടെ, നീയല്ലേ പറഞ്ഞ വിശക്കില്ല താക്കിട്ട് മതി. ഇതെന്തോരം തിന്നാൻ വെറുതെ വെക്കുന്നത്? തിന്നൂല്ലേ? ഞാൻ തിന്നൂല, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ തലമ കറിയുന്നത്. കറി ഒഴിക്കട്ടെ? കറി വെച്ചാൽ നേരം കുഴഞ്ഞൂലേ? കറി പിന്നെ തിന്നുമ്പോ വെച്ചാൽ മതി. മോര് വേണം, മുട്ട വെക്കണം. മീൻ ഇത് കല്യാണം തോന്നുന്നത് ഊണും കൂടി. കൈ എടുത്ത് നോക്കുന്നത് വേണ്ട. കാണുമല്ലേ? ഇത് നിനക്ക്, മുട്ട ഇത് എനിക്ക്. ഇച്ചിരി എന്നാ ഇത് നിന്നെടുത്തോ. ഇത് കുഞ്ഞു പീസുകൾ എനിക്കാണ്. എനിക്ക് ഭയങ്കര മുളകിരിക്കും. മോര് വേണ്ടേ? മോരൊഴിക്കണ്ടേ? ഇത് മാത്രം കെട്ടിയാൽ മതിയോ? കെട്ടുന്നതിനകത്ത് ഇത് മാത്രം മതി. സ്പെഷ്യൽ അച്ചാറ് അത് പറ, എവിടുന്ന് കിട്ടിയതാന്ന്? ഇത് വയനാട്ടിൽ പുൽപ്പള്ളി. പുൽപ്പള്ളി നമുക്ക് വേണ്ടപ്പെട്ട ആന്റി തന്നാണ്. ആന്റി അല്ല, ഒരു അമ്മ. എന്റെ ആക്രമണം കണ്ടു തന്നിട്ടാ. ഞാൻ അവിടുന്ന് ചോറ് നിന്നും ഇത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെച്ച് പാവ കുട്ടിയുടെ തൊട്ടിന് സ്ഥലം നല്ല കണ്ണിമങ്ങ അച്ചാറ്. ഗൈസ്, അപ്പൊ പൊതിച്ചോറില് പയറ് മെഴുക്കുവരട്ടി ഉണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, പുൽപ്പള്ളി സ്പെഷ്യൽ. പിന്നെ ഇതെന്താ, എന്ത് മീനാ? ഓല മീനുണ്ട്. പിന്നെ മുട്ട റിൻചേച്ചിന്റെ മുട്ടയല്ല, റിൻചേച്ചിന്റെ വീട്ടിൽ നിർത്ത മുട്ട. ഇത് വിഷ്ണുവേട്ടന്റെ പൊതിച്ചോറ്. പിന്നെ ഇതിനകത്ത് കൂടാതെ നമുക്ക് പൊതിച്ചോറ് പൊതി കെട്ടിക്കഴിഞ്ഞ ശേഷം തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി തക്കാളി വെച്ചത്, മോര് ഉണ്ട്. ഓക്കെ, കണ്ണിമാങ്ങ എടുത്തു വെക്കാനകത്ത്. നീ കുലിക്കാൻ അച്ചാർ മാത്രം കുലിക്കിട്ടില്ല, അതിന് ഇതൊക്കെ ചേർത്തിട്ടും ഇല്ല. ഇവരുടെ അച്ചാർ തന്നെ വെള്ളം ഒഴിക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞല്ലോ ഇല്ല പ്രശ്നം തീർന്നു. ഓക്കെ, ചോറ് നല്ല പതിഞ്ഞ് മോര് അതിനകത്തൊഴുകി. നിങ്ങൾക്ക് വേണോ? മോര്
എനിക്ക് സ്കൂളിൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ പ്ലേറ്റിലെടുത്തത്, പാത്രത്തിൽ എടുത്തില്ല. ഞാൻ കോളേജിൽ എങ്ങനെ ഉണ്ട്? എനിക്ക് ഓർമ്മയില്ല എങ്ങനെ കൊണ്ടുപോയി. ഇല്ല, കോളേജിലെല്ലാം ഞാൻ പാത്രത്തിലാണ് കൊണ്ടുപോയത്. ഗൈസ്, അപ്പം നമുക്കിത് തുറന്നു നോക്കാം. ഒരു എക്സൈറ്റഡ്. ക്യാമറയുടെ പുറകിലുള്ളത് CC, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തുറക്കുന്നത്. പിന്നെ വിഷ്ണു എന്നെ പൊതിഞ്ഞത് ഗുണമില്ല, അവന് പൊതിയാറിയിട്ടില്ല. അതാണ് ഇവൻ തുറക്കാത്ത കേട്ടാ. വീഡിയോ എടുക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടല്ലോ. മണണ്ട്. ഈ മണത്തിന് വേണ്ടി മാത്രം ഇതിങ്ങനെ പൊതിഞ്ഞ, അല്ലാണ്ട് ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാകുമ്പോ കോപ്പിറൈറ്റ് കിട്ടൂല മ്യൂസിക്കിന്. നല്ല ടേസ്റ്റ് ഉള്ളവാ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. ഇതൊക്കെ നമ്മളൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ചെയ്യുന്നതാണ്, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം.